ഇസ്രായേൽ ഹമാസ് സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ കാലാവധി അവസാനിച്ചതോടെ ഇസ്രായേൽ ഗസയെ വരിഞ്ഞുമുറുക്കി. ഗസയിലേക്കുള്ള അവശ്യസാധനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു. വെടിനിർത്തൽ കരാർ കാലത്തുപോലും നിരന്തരം ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോഴും വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ്. ശക്തമായ താക്കീതാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി. മാനുഷിക സഹായത്തെ രാഷ്ട്രീയ വിലപേശലിനായി ഉപയോഗിക്കുന്നതായും ഹമാസ് കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ കരാറിന്റെ പച്ചയായ ലംഘനമാണിതെന്നും ഹമാസ് വിമർശിച്ചു. ഇസ്രായേൽ നടപടി തുടർന്നാൽ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ഹമാസിന്റെ താക്കീത്. ഇസ്രായേലിന്റെ നടപടി നിരപരാധികളായ സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാണ്. മധ്യസ്ഥ രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. അതിനിടെയാണ് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗസയിൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗസയിലേക്ക് മാനുഷിക സഹായം ബ്ലോക്ക് ചെയ്ത ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ലോകം മുഴുവൻ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഖത്തറും ജോർദാനും കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഗസയിലേക്കുള്ള വൈദ്യുതി ബന്ധവും ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു. അവശേഷിച്ച വൈദ്യുതി കണക്ഷനും ഇസ്രായേൽ വിച്ഛേദിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. മാർച്ച് 2 മുതൽ ഇന്ധനം ഉൾപ്പെടെ ഗസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ഗസയിലെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നടപടി. അതിനിടെ കരാറിന്റെ ഭാഗമായി മോചിതരായ പലസ്തീൻ തടവുകാർ ഇസ്രായേലിൽ അനുഭവിച്ച ക്രൂരതയെക്കുറിച്ച് വെളിപ്പെടുത്തി. നോമ്പരപ്പിക്കുന്ന ക്രൂരതയാണ് പലസ്തീൻ പൗരന്മാർ ഇസ്രായേലിലെ ജയിലുകളിൽ അനുഭവിക്കുന്നതെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. പലസ്തീൻ തടവുകാരെ ശവപ്പെട്ടിയിലടച്ച് ജീവനോടെ കുഴിച്ചുമൂടുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവന്നു. അടുത്തിടെ നടന്ന ഹമാസ് ഇസ്രായേൽ ബന്ദി കൈമാറ്റത്തെ തുടർന്ന് നൂറുകണക്കിന് തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയച്ചത്. ഇസ്രായേൽ ജയിലുകളിൽ പലസ്തീനികൾ എന്തെല്ലാം തരത്തിൽ ചൂഷണത്തിനിരയായി എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇവർ നടത്തിയത്. മൃഗങ്ങളെപ്പോലെയാണ് ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ പരിഗണിച്ചത്. മോചിതനായ ഒരു തടവുകാരൻ പറഞ്ഞത് മൃഗങ്ങളെപ്പോലെയാണ് ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ പരിഗണിച്ചതെന്നാണ്.